നമസ്കാരം. ഇറാനിലെ ഭരണ സംവിധാനങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണം രണ്ടാഴ്ച കൂടി തുടരുമെന്ന സൂചനയാണ് ഇസ്രയേൽ നൽകുന്നത്. 6ാം ദിനവും ഇറാൻ തലസ്ഥാനമായ തെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേലും അമേരിക്കയും. ശനിയാഴ്ച രാവിലെ തുടങ്ങിയ ആക്രമണത്തിൽ 1045 പേരാണ് ഇതുവരെ ഇറാൻ കൊല്ലപ്പെട്ടത്. മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് ഇസ്രയേൽ പറയുമ്പോഴും നിരവധി സിവിലിയന്മാരാണ് കൊല്ലപ്പെടുന്നത്. ആക്രമണം തുടങ്ങിയത് മുതൽ ഇതുവരെ 5000-ലധികം ബോംബുകളാണ് ഇറാനിൽ ഇസ്രയേൽ വ്യോമസേന വർഷിച്ചത്. 1000-ലധികം ഇറാൻ സൈനികർ തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. ഒരേ സമയം 100-ലധികം പോർ വിമാനങ്ങൾ ചേർന്നാണ് ആക്രമണം നടത്തുന്നത്. അതേസമയം ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ, വാർഹെഡുകൾ വഹിച്ചുകൊണ്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നു. അതായത് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചതിനു പിന്നാലെയുള്ള തിരിച്ചടിയായാണ് ഇറാൻ ഇത് വർഷിച്ചത്. ഇത് രാജ്യത്തെ കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നു എന്നാണ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കിലോമീറ്ററുകൾ വ്യാപിച്ച് കനത്ത നാശനഷ്ടം ഉണ്ടാക്കുവാനും സാധിക്കുന്നവയാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ. അത്തരം മിസൈലുകളുടെ വാർഹെഡ് താഴേക്ക് ഇറങ്ങുമ്പോൾ തുറക്കുകയും ഏകദേശം 2.5 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുടെ 20 ചെറിയ ബോംബുകളായി മാറി ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിൽ വിതറുകയും ചെയ്യുന്നു എന്നാണ് കണക്കുകൂട്ടൽ. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലും 2025 ജൂണിലെ യുദ്ധത്തിലും ഇസ്രയേലിലെ ഇറാൻ നിരവധി ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ വഹിച്ചുകൊണ്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. യമനിലെ ഹൂതികളും കഴിഞ്ഞ വർഷം ഇസ്രായേലിലേക്ക് ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ ഉപയോഗിച്ച് നിരവധി മിസൈലുകൾ വിക്ഷേപിച്ചതായാണ് IDF വ്യക്തമാക്കുന്നത്. ഈ ആയുധങ്ങളുടെ കടന്നുവരവ് സംഘർഷത്തിന്റെ ഗതി മാറ്റുമെന്നും സൈനിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്ത് ഒറ്റ സ്ഫോടനം നടത്തുന്നതിന് പകരം ക്ലസ്റ്റർ വാർഹെഡുകൾ വിശാലമായ മേഖലയിൽ ഉടനീളം നിരവധി ചെറിയ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാൻ ഈ കഴിവ് എങ്ങനെ വികസിപ്പിച്ചെടുത്തു എന്ന ചോദ്യം ഇസ്രയേലും US-നും മുന്നിലുണ്ട്. റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ സൈനിക സാങ്കേതിക കൈമാറ്റം നടന്നിരിക്കാം എന്നാണ് ഇസ്രയേൽ സംശയിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 28 മുതൽ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രയേൽ കുറഞ്ഞത് 11 പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് വ്യത്യസ്ത അളവിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ക്ലസ്റ്റർ ബോംബ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊട്ടാത്ത യുദ്ധോപകരണങ്ങൾ ഉയർത്തുന്ന അപകടങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഗ്രാഫിക് മുന്നറിയിപ്പ് ഇസ്രയേൽ സൈന്യം പുറത്തിറക്കിയിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ ഇറാൻ ഇസ്രയേലിന് നേരെ കുറഞ്ഞത് 5 ക്ലസ്റ്റർ മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത്തരം 2 മിസൈലുകൾ ചൊവ്വാഴ്ച ഇസ്രയേലിന്റെ മധ്യഭാഗത്തേക്ക് പതിച്ചു. ഈ ആക്രമണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളും പരിക്കുകളും വരുത്തിയതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.